പിതൃസ്മരണയുടെയും വിശ്വാസത്തിന്റെയും നിറവിൽ ബുധനാഴ്ച കർക്കിടക വാവ്. പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തി ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുന്നതിനായി പാലക്കാട് ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിലും പുഴയോരങ്ങളിലും പുലർച്ചെ മുതൽ വിശ്വാസികളെത്തും. മലയാളികളുടെ വിശ്വാസത്തിലും ആചാരങ്ങളിലും ഏറെ പ്രാധാന്യമുള്ള ദിനമാണ് കർക്കിടക വാവ്. മൺമറഞ്ഞു പോയ പൂർവികരെ സ്മരിച്ച് അവരുടെ ആത്മശാന്തിക്കായി ബലിതർപ്പണം നടത്തുകയാണ് പ്രധാന ചടങ്ങ്. എള്ളും ജലവും പിണ്ടവും ഉൾപ്പെടെയുള്ള സമർപ്പണങ്ങളിലൂടെ പിതൃക്കൾക്ക് തർപ്പണം അർപ്പിച്ച് പ്രാർത്ഥന നടത്തുന്നു. ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളോടനുബന്ധിച്ചുള്ള സ്നാനഘട്ടങ്ങളിലും പുഴയോരങ്ങളിലുമാണ് കർക്കിടക വാവ് ബലിതർപ്പണത്തിനുള്ള പ്രധാന ചടങ്ങുകൾ നടക്കുന്നത്. കർക്കിടക വാവ് ദിനത്തിൽ പുലർച്ചെ 3 മണി മുതൽ തന്നെ ബലിതർപ്പണം നടത്തുന്നതിനായി പല കേന്ദ്രങ്ങളിലും സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കർക്കിടക മാസത്തിന്റെ പ്രത്യേകതകളും വാവുബലിയുടെ ആചാരപരമായ പ്രാധാന്യവും കൂടിച്ചേരുന്നതോടെ ക്ഷേത്രങ്ങളിലും പുഴയോരങ്ങളിലും പുലർച്ചെ മുതൽ പ്രത്യേക അന്തരീക്ഷമായിരിക്കും. പിതൃക്കളുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രാർത്ഥനകൾ അർപ്പിച്ച് ആയിരങ്ങളാണ് ബലിതർപ്പണത്തിനായി എത്തുക. മഴക്കാലമായതിനാൽ പുഴകളിലും ജലാശയങ്ങളിലും ഇറങ്ങുന്നവർ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കർക്കിടക വാവ് ദിനത്തിൽ ബലിതർപ്പണത്തിനായി ജലാശയങ്ങളിലേക്ക് വൻതോതിൽ ആളുകൾ എത്തുന്നതിനാൽ സുരക്ഷയ്ക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. പുഴയോരങ്ങളിലും സ്നാനഘട്ടങ്ങളിലും എത്തുന്നവർ അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണം. കർക്കിടക വാവുബലിയോടനുബന്ധിച്ച് ഭാരതപ്പുഴയോരത്ത് ഷൊർണൂർ ശാന്തിതീരം ചാരിറ്റബിൾ ട്രസ്റ്റ് സൗജന്യമായി ബലികർമ്മത്തിന് സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ശാന്തിതീരം ശ്മശാനത്തിന് മുൻപിലായി ഒരുക്കിയിരിക്കുന്ന പ്രത്യേക വേദിയിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നത്. 1500 പേർക്കുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. രാവിലെ 4 മണി മുതൽ തന്നെ ബലിതർപ്പണ കർമ്മങ്ങൾ ആരംഭിക്കും. ബലിതർപ്പണത്തിനായി എത്തിച്ചേരുന്നവർക്ക് ആവശ്യമായ പൂജാസാധനങ്ങളും മറ്റു സൗകര്യങ്ങളും ട്രസ്റ്റിന്റെ വകയായി പൂർണ്ണമായും സൗജന്യമായാണ് നൽകുന്നത്. പ്രധാനമായും 2 കാർമ്മികരുടെ നേതൃത്വത്തിലാണ് കർമ്മങ്ങൾ നടക്കുക. ബലിതർപ്പണ കർമ്മങ്ങൾക്ക് എത്തുന്നവർക്കുള്ള ഭക്ഷണവും കുടിവെള്ള സൗകര്യങ്ങളുമെല്ലാം സമീപത്തായി ഒരുക്കിയിട്ടുണ്ട്. വാഹനം നിർത്തുന്നതിനുള്ള സൗകര്യവും പ്രദേശത്തുണ്ട്. ബലിതർപ്പണം ചെയ്ത് ഭാരതപ്പുഴയിൽ ഇറങ്ങുന്നവർക്ക് കർശന നിർദ്ദേശവുമുണ്ട്. ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ സുരക്ഷാ സംവിധാനവും പ്രദേശത്തുണ്ടാവും. ആരോഗ്യ വിഭാഗം, പോലീസ് എന്നിവരുടെ സഹായവും ഉണ്ടാവും. ജനങ്ങളുടെ സൗകര്യാർത്ഥം എല്ലാ വർഷവും ട്രസ്റ്റ് ഈ സൽപ്രവൃത്തി മുടങ്ങാതെ ചെയ്തു വരുന്നുണ്ടെന്ന് ട്രസ്റ്റ് ഭാരവാഹിയായ ബിജു പറഞ്ഞു. ശാന്തിതീരം ചാരിറ്റബിൾ ട്രസ്റ്റിയുടെ ഭാഗമായി വാവുബലിയുടെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായും ഫ്രീ ആയിട്ടാണ് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. സാധനങ്ങളെല്ലാം ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. എത്ര പേര് ഈ വർഷം എത്തുന്നതാണ് പ്രതീക്ഷ? നമ്മളെ പ്രതീക്ഷ ഒരു 1500 പേരെങ്കിലും എത്തും എന്നുള്ളതാണ്. ഒരു റൗണ്ടിൽ എത്ര പേര് ഇരിക്കും? ഒരു റൗണ്ടിലൊരു 300 പേര് ഇരുത്തും. എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യും? 4 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. എത്ര കാർമികർ? 2 കാർമികരാണ്. മാറി മാറി മൈക്ക് വെച്ചിട്ടാണ് 3 പേര് മാറി മാറി നിൽക്കും. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്? ഇനി ലൈറ്റ് സെറ്റ് ചെയ്യാണ്ട് ഇവിടെ വയസ്സായി വരുന്നവർക്കുള്ള ടേബിൾ സെറ്റ് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കർക്കിടക വാവുബലിയോടനുബന്ധിച്ച് കൽപ്പാത്തിപ്പുഴയോരത്ത് ബലികർമ്മത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. പുലർച്ചെ 4:30 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെ ബലിതർപ്പണം നടത്തുവാനുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. 3 പുരോഹിതന്മാർ ബലിതർപ്പണ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. ഒരേ സമയം 200ഓളം പേർക്ക് ഇരുന്ന് ചടങ്ങുകൾ നിർവഹിക്കാൻ കഴിയും വിധമുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. വസ്ത്രം മാറുന്നതിന് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രത്യേക സൗകര്യങ്ങളുണ്ട്. ലഘുഭക്ഷണവും ഉണ്ടാവും. പോലീസ്, ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങളുടെ സേവനവും ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നമസ്കാരം. ശ്രീ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിൻ്റെ കൽപ്പാത്തിപ്പുഴയുടെ തീരത്ത് നടക്കുന്ന പിതൃപിണ്ഡ തർപ്പണത്തിൻ്റെ 4:30 രാവിലെ ചീട്ട് കൊടുത്ത് വലിയ ധർമ്മം ആരംഭിക്കും. അത് ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥല സൗകര്യക്കുറവുകൊണ്ട് നമ്മളൊരു 200 പേരെ ഇരുത്തിക്കൊണ്ടാണ് 3 പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്. വരുന്നവർക്കുള്ള ആദ്യത്തെ ചീട്ട് ഈ പ്രവേശിക്കേണ്ട കവാടത്തിൽ തന്നെ ക്ഷേത്രത്തിൻ്റെ റെസിപ്റ്റ് 50 രൂപ പ്രകാരം കിട്ടും. അത് കഴിഞ്ഞ് ഇതിനാവശ്യമുള്ള പഴം, നാക്കില, അരി, വെല്ലപ്പൊടി, എള്ള് എന്നീ സാധനങ്ങൾ ഈ സമീപത്തുള്ള കടകളിൽ നിന്ന് കിട്ടും. അത് വാങ്ങിച്ച ശേഷം നേരെ നമ്മൾ ഈ ഇരിക്കാനുള്ള സൗകര്യപ്രദമായ അത്ര പേരെ കയറ്റിവിട്ട് അവരുടെ കർമ്മം നടക്കണവരെ അടുത്ത ലൈന് നിർത്തിവെച്ച് ആ രീതിയിലാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഉച്ചയ്ക്ക് ഒരു 2 മണി വരെയെങ്കിലും നടക്കുമെന്നാണ് പ്രതീക്ഷ. ഓരോ വർഷവും 2500 കൂടുതൽ ആൾ വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ വസ്ത്രം മാറുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം സ്ത്രീകൾക്ക് പ്രത്യേകം, പുരുഷന്മാർക്ക് പ്രത്യേകം ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ രാവിലത്തെ വരുന്നവരുടെ ബുദ്ധിമുട്ട് നേരത്തെയൊക്കെ വരാറുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു പ്രസാദ വിതരണം ചെയ്യുന്ന രീതിയിൽ ചെറിയൊരു ലഘുഭക്ഷണം കൊടുക്കുന്ന ഒരു സിസ്റ്റമുണ്ട്. അങ്ങനെ ഇതെല്ലാം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ഭക്തജനങ്ങളും ഞങ്ങളുടെ കൂടെ സഹകരിച്ച് വളരെ കൃത്യമായി ലൈനിൽ നിന്ന് ഞങ്ങളുടെ കൂടെ സഹകരിക്കണം.
പിന്നെ ഇവിടുത്തെ സേഫ്റ്റിക്ക് വേണ്ടി ഞങ്ങളുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ എല്ലാവരും വന്ന് ഞങ്ങളെ സഹായിക്കാനുള്ള എല്ലാ ഇതും ഏറ്റിട്ടുണ്ട്. അപ്പോൾ എല്ലാ വർഷങ്ങളിലും തുടർച്ചയായി ഇത് നടക്കാറുണ്ട്. വളരെ ഭംഗിയായിട്ടാണ് ഇതുവരെ നടന്നിരിക്കുന്നത്. അപകട മേഖലയ്ക്കുള്ള എല്ലാ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ വളരെ സേഫ്റ്റി ആയിട്ട് പോലീസ് വന്ന് നിരീക്ഷിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ വളരെ ഭംഗിയായി നടക്കുവാൻ നിങ്ങളെല്ലാവരുടെയും ഭക്തജനങ്ങളുടെ സഹകരണം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. UTV ന്യൂസ് പാലക്കാട്.